കളയുന്നു എന്നൊരവസ്ഥയുണ്ട്. ആ സമയം യമധർമ്മൻ, യമം ധർമ്മമാക്കിയിരിക്കുന്നത് കൊണ്ടാണ് യമധർമ്മൻ. കാലൻ എന്നല്ല അദ്ദേഹത്തിന്റെ പേര്. കാലമാകുമ്പോൾ എവിടെയും യാതൊരു ക്ഷണവും കൂടാതെ ആരുടെയും എതിർപ്പുകൾക്കൊന്നും ഇട നൽകാതെ എത്ര എതിർത്താലും തന്റെ നിയമം നടപ്പാക്കുന്ന ആളായതുകൊണ്ടാണ് യമധർമ്മൻ. യമമാണ് അദ്ദേഹത്തിന്റെ നിയമം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി, ഇങ്ങനെ അഷ്ടാംഗ യോഗങ്ങൾ. അതിലാദ്യ യോഗമാണ് യമം. നിശ്ചയദാർഢ്യ. ഒരു നിമിഷത്തിന്റെ ഒരു അംശം പോലും യമൻ വിട്ടുവീഴ്ച കാണിക്കില്ല. എപ്പോഴാണോ ഒരാളെ തന്റെ ലോകത്തിങ്കിലേക്ക്, ശിവലോകത്തിങ്കിലേക്ക് കൊണ്ടുപോകേണ്ടത്, ആ ക്ഷണത്തിനൊരു മാറ്റം വരുത്തില്ല. ഇപ്പോൾ യമം ധർമ്മമാക്കിയിരിക്കുന്ന യമധർമ്മൻ കാലമാകുമ്പോൾ ചെല്ലുന്ന ആളായതുകൊണ്ട് കാലൻ, ആ കാലൻ എല്ലാ ആയുധങ്ങളും ബ്രഹ്മാവിന്റെ അടുക്കൽ കൊണ്ടുവച്ചു. ആ കാലന്റെ ആയുധം തോട്ടിയും കയറും പാശവും അങ്കുശവും. ഞാൻ അങ്ങോട്ട് വിടകൊള്ളുക. എന്താ യമധർമ്മൻ കാലമാകുമ്പോൾ പോകേണ്ട ആളല്ലേ? അല്ല, എനിക്ക് ജോലിയില്ല. അപ്പൊ ശിവലോകം ഇപ്പൊ ശുഷ്കാണ്. അതെന്താ? ശിവലോകത്തിങ്കിലേക്ക് ആരില്ല. ആത്മാക്കളെല്ലാം തന്നെ വിഷ്ണുലോകത്തെ പ്രാപിക്കുകയാണ്. അതെങ്ങനെ? ശിവലോകം പ്രാപിക്കാതെ കണ്ട് വിഷ്ണുലോകത്തെ പ്രാപിക്കും. ആരും നേരിട്ട് വിഷ്ണുലോകത്തിലേക്ക് പോകില്ല. പക്ഷെ ഇപ്പൊ ആർക്കും ജീവൻ പിടിയാൻ വയ്യ. ഉടനെ തന്നെ നമ്മൾ കാണുകയാണ് വിഷ്ണുപാദം പൂജി. 100 ജന്മം കഴിഞ്ഞാൽ ഈ യോഗ്യൻ വിഷ്ണുപാദത്തെ പോകത്തില്ല. പക്ഷെ എവിടെ നോക്കിയാൽ ഇപ്പൊ ആർക്കും ജീവൻ പിടിയാൻ വയ്യ, മരിക്കാൻ വയ്യ. ഉടൻ 4 പേര് ചേർന്ന് എല്ലാവരെയും അറിയിക്കും അദ്ദേഹം വിഷ്ണുപാദം പൂജി. എത്ര ജന്മം കഴിഞ്ഞാൽ ഈ യോഗ്യൻ വിഷ്ണുപാദം പോകും? അതിൽ ഭേദം നരകത്തിൽ പോയി വിചാരിക്കും. വിഷ്ണുപാദം എങ്ങനെ പോകാനൊക്കും? വിഷ്ണുപാദം എന്ന് പറഞ്ഞ ഇത്ര ലളിതമാണോ? ആർക്കും അങ്ങോട്ട് കയറിയില്ലാവുന്ന ഒരു ഇടമാണോ വിഷ്ണുലോകം? ശിവലോകം അങ്ങനെയല്ല, തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും സകല ജീവജാലങ്ങളോടെ ജനനം. നമ്മോടൊപ്പം വസിക്കുന്ന മനുഷ്യന് മാത്രം വസിക്കാനുള്ളതല്ല ഈ ഭൂമി. മനുഷ്യന് മാത്രമുള്ളതല്ല അന്നദാനം. ഇവിടെ മനുഷ്യർക്ക് മാത്രമുള്ള ഒരു ദാനമാണ് ഇപ്പൊ അന്നദാനം. വേറെ ആർക്കും ഇല്ല. എവിടെ 10 പേര് കൂടി അവിടെ അന്നദാനം ഉണ്ടോ? യാതെങ്കിലും മൃഗങ്ങൾക്ക് അന്നം ഉണ്ടോ? വെള്ളം ഉണ്ടോ? ആഹാരം ഉണ്ടോ? തീറ്റയുണ്ടോ? ആനയ്ക്കുണ്ടോ? പുലിക്കുണ്ടോ? കഴുതയ്ക്കുണ്ടോ? ആർക്കും അറിയണ്ട. മനുഷ്യന് കുറേ വെച്ച് പുഴുങ്ങി കഴിക്കണം. അതാണ് അന്നദാനം. അങ്ങനെയല്ല, സകല ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കേണ്ട ബാധ്യതയോടെ ഭൂമിയിൽ ഈശ്വരനാൽ നേരിട്ട് സൃഷ്ടമായിരിക്കുന്നവരാണ് മനുഷ്യർ. ആ മനുഷ്യരാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നത്. അപ്പോഴേ അത് അന്നദാനമാകുള്ളൂ. മനുഷ്യൻ കഴിക്കുന്നതിന് പേര് ദാനം തന്നെ. പക്ഷേ അങ്ങനെ ദാനധർമ്മങ്ങളെ ചെയ്തിട്ട് ശിവലോകത്തെ പ്രാപിക്കണം. ആ ശിവലോകത്തിൽ നിന്നും കോടാനുകോടി ജന്മം കൊണ്ടാണ് വിഷ്ണുലോക പ്രാപ്തി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇപ്പൊ ശിവലോകത്തിലേക്ക് ആരുമില്ല. എല്ലാവരും ഏകാദശി വ്രതനിഷ്ഠരാണ്.